പ്യാരെ ബച്ചോ ആദാബ്. ഇന്ന് നമുക്ക് യൂണിറ്റ് ബേസ്ഡ് ആയിട്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ഈ ഒരു PDF തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ കൊട്ടുകര സ്കൂളിലുള്ള ഒരു സാറാണ്. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു PDF ആയതുകൊണ്ട് തന്നെ സാറിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മക്കൾ ഇതിലുള്ള ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്കറിയാം അതിന് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാണാതെ പഠിക്കേണ്ട, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. പിന്നെ ഇതിൽ ഓരോരോ കൗലുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ആരോട് പറഞ്ഞു, നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ആ ഒരു ചോദ്യം വരാറുള്ളത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു PDF സാർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു. ഫസ്റ്റ് യൂണിറ്റിൽ ഗസലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ഗസൽ കാ പെഹ്ല ഷേർ കോ ക്യാ കഹത്താ ഹൈ, മത്ല. ഗസൽ കാ ആഖിരി ഷേർ കോ, അവസാനത്തെ ഷേറിന് നമ്മൾ പറയും എന്ത്, മക്ത. പിന്നെ അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഗസലിലുള്ള 2 വരികളാണ്. अब तो मजहब कोई ऐसा भी चलाया जाए जिसमें इंसान को इंसान बनाया जाए, बच्चों ये किसका शेर है? ആരുടെയാണ്? നമുക്ക് ആകെ ഒരു ഗസലേ ഉള്ളൂ, ഗോപാൽദാസ് നീരജ്. അടുത്ത ചോദ്യം, ദസ്തൂര ഹിന്ദ് का मोइमर कौन है? अम्बेडकर. भीमराव के स्कूल में एक ब्राह्मण उस्ताद थे, वो सबके साथ बराबर का सलूक रखते थे. ഭീംറാവുവിൻ്റെ സ്കൂളിൽ ഒരു ബ്രാഹ്മൺ ടീച്ചറിൻ്റെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ഓ സബ്ക്കെ സാത്ത്, എല്ലാവരോടും തുല്യരായിട്ടായിരുന്നു എല്ലാവരെയും കണ്ടിരുന്നതും എല്ലാവരോടും പെരുമാറിയിരുന്നതും. ഉസ്കി യാദ് മേ ഉन्हें अपने नाम ഭീംറാവ് അംബേദ്കർ രഖ് ദിയ. ഉസ്താദ് കാ നാം ക്യാ ഹെ, ആ ഉസ്താദിൻ്റെ പേരാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഉസ്താദിൻ്റെ പേരെന്തായിരുന്നു? കൃഷ്ണകേശവ് അംബേദ്കർ. ആറാമത്തെ ചോദ്യം, പത് ചढ़ की रुत में फूल खिलाना कमाल है, पत चढ़ की रुत में फूल खिलाते चले चलो, बच्चे उस शेर में पत चढ़ की रुत में फूल खिलाने से क्या मतलब है? പത് ചढ़ की रुत में फूल खिलाना എന്ന് പറഞ്ഞതിൻ്റെ ആശയം എന്താണ്? അതിൻ്റെ ആശയം? മുഷ്കിൽ വക്ത് में भी हिम्मत और मेहनत से कामयाबी हासिल करना ही असल कमाल है. അതായത് പച്ചടിക്ക് രുത്ത് എന്ന് പറഞ്ഞാൽ ഇല പൊഴിയുന്ന കാലമാണ്. അതിൽ ഫൂൽ ഖിലാന എന്ന് പറഞ്ഞാൽ പൂക്കൾ വിരിയിക്കുക എന്ന് പറഞ്ഞ പ്രതിഭാസം എന്താണ്? കമാൽ ഹെ, അതൊരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? പച്ചടിക്ക് രുത്മേ ഫൂൽ ഖിലാത്തേ ചലേ ചലോ, പച്ചടിക്ക് രുത്ത് വരെ ഇല പൊഴിയുന്ന കാലത്ത് നമ്മൾ പൂക്കൾ വിരിച്ചുകൊണ്ട് മുന്നേറണം. അതായത് എത്രയും പ്രയാസപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ സധൈര്യം നമ്മൾ അതിനെ നേരിട്ട് നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് ആ ഒരു പ്രവൃത്തിയിൽ നമ്മൾ വിജയം കൊയ്തെടുക്കണം. അതാണ് ഈ ഒരു വരികളുടെ ആശയം എന്ന് പറയുന്നത്. ഇനി നോക്കൂ, സർ കലം കർദിയന, ഇസ്കാ മത്ലബ് ക്യാ ഹെ? സർ കലം കർദേന എന്ന് പറഞ്ഞാൽ എന്താണ്? തല കൊയ്യുക, അതായത് കത്തൽ കർണ. നെക്സ്റ്റ്, അഗർ ആപ് സൂരജ് की तरह चमकना चाहिए है तो पहले सूरज की तरह जलना सीखे. നമ്മൾ സൂര്യനെ പോലെ പ്രകാശിക്കാൻ, അതേപോലെ തിളങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? സൂര്യനെ പോലെ തന്നെ കത്താൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. ഇത് ആരുടെ കൗലാണ്? APJ അബ്ദുൽ കലാമിൻ്റെ. ഇത് ഞാൻ മുന്നേ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 2 കൗൽ. അതവിടെ ഒരു ഗാന്ധിജീൻ്റെ ഒരു കോട്ടും കൂടെ നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 കോട്ടുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതും കൂടെ നോക്കിയിട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ്, ഈ റോട്ടി രാജാ കി നാബൈനായി ദൂർ കർണേ കെ ലിയേ ഹെ. ഈ റൊട്ടി രാജാവിൻ്റെ അന്ധതയെ അകറ്റാനുള്ളതാണ്. ഈ സൂഫി ബുസർഗ് ലൈക്കോർക്ക കൗൽ ഹെ, ഇത് ലൈക്കോറിൻ്റെ കൗലാണ്. ഇതിൽ നാബൈനായി എന്ന് പറയുന്നത് എന്താണ്? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ നോക്കൂ, യഹാം നാബൈനായി ദൂർ കർണ സെ മുറാദ് ഹെ കെ രാജാക്കോ അവാം കി ഭൂക്ക് തക്ലീഫ് ഓർ മസായിൽ. രാജാവിന് പൊതുജനങ്ങളുടെ വിശപ്പോ അവരുടെ പ്രയാസങ്ങളോ അവരുടെ ബുദ്ധിമുട്ടുകളുടെ എസാസ് ദിലായ ജായെ, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു തോന്നലുകൾ ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. വോ റിയായ കി ഹാലത്ത് സമജ്കർ ഉൻകി ഭലായി കെ ലിയെ കാം കരെ. അതായത് അവർ ആ ഒരു ലൈക്കോർ മനസ്സിൽ ഉദ്ദേശിച്ചത്രയേ ഉള്ളൂ, പ്രജകളുടെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് രാജാവ് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ലൈക്കോർ ഉദ്ദേശിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ രാജാവിനോട് ലൈക്കോർ പറയുന്നത്, ഈ റോട്ടി ആപ്കെ നാ ബൈനായി ദൂർ കർണേ കെ ലിയേ ഹെൻ. ഓക്കെ, ക്ലിയർ അല്ലേ?
നെക്സ്റ്റ് രണ്ടാമത്തെ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. मैंने अपनी सब जायदाद अपने भांजे जिसके नाम लिख दे थी ഉസ്മേ ഭാഞ്ചെ കിസ്കോ കഹത്താ ഹെ. ഇതിൽ ഭാഞ്ചെ എന്ന് പറയുന്നത് ആരെയാണ്? ബഹൻ കാ ബേട്ടയാണ് കേട്ടോ. ഒരു വെറൈറ്റി ചോദ്യം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ എങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ രണ്ടാമത്തെ ചോദ്യം, പഞ്ചായത്ത് കാ ഫൈസല സുനത്തെ ഹി അൽഗു ചൗധരി ഭൂലേന് സമായ. ഉസ്മേ ഭൂലേന് സമായ കാ മത്ലബ് ക്യാ ഹെ? എന്താണ് ഭൂലേന് സമായ എന്നുള്ളതിൻ്റെ ആശയം? ബഹുത് ഹോഷ് ഹോന, നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബഹുത് ഹോഷ് ഹോന എന്നുള്ള മത്ലബാണ് ആ ഒരു വരിയുടെ ആശയം എന്ന് പറയുന്നത്. നോക്കൂ, പെഹ്ല ഉറുദു അഖ്ബാർ ജാമെ ജഹാൻ ഥ കഹാം സെ നിക്കാലാത്ത. ഈ ആദ്യത്തെ ഉറുദു പത്രം എന്ന് പറയുന്നത് ജാമെ ജഹാനുമേ ആയിരുന്നു. കഹാം സെ നിക്കാല, ഇത് എവിടെ നിന്നാണ് പുറത്തിറക്കിയത് അല്ലേ? എവിടെ നിന്നാണിത് പുറത്തിറക്കിയത്? എവിടെ നിന്നാണ്? കൽക്കത്ത സെ. നെക്സ്റ്റ്, ചുപ്കെ ചുപ്കെ രാത് ദിൻ ആസു ബഹാന യാദ് ഹെ ഹംകോ അബ് തക് ആഷിഖി കാ വോ ജമാന യാദ് ഹെ. ബച്ചോ ഈ കിസ്കാ ഷേർ ഹെ. ഇത് നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചതുമാണ്. നമ്മുടെ ഹസ്രത്ത് മൊഹാനിയുടെ ഒരു ഗസലാണ് ഇത് ചുപ്കെ ചുപ്കെ രാത് ദിൻ. മനസ്സിലാക്കി വെക്കുക. പിന്നെ അൽ ഹിലാൽ ഓർ അൽ ബല കിസ്കെ അഖ്ബാറാത്ത് ഹെ. അൽ ഹിലാലും അൽ ബലാവും ആരുടെ പത്രമാണ്? അബുൽ കലാം ആസാദിൻ്റെ. പിന്നെ നമ്മൾ ചുപ്കെ ചുപ്കെ വന്ന സ്ഥിതിക്ക് നമുക്കതിന് തൊട്ട് താഴെയുള്ള നമ്മുടെ ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടുള്ള 4 വരിയോടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചിലപ്പോൾ ചോദിച്ചുകൂടായില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവാം. മധുര കെ നഗർ ഹെ ആഷിഖി കാ ദം ഭർത്തി ഹെ ആർസു ഉസി കാ पैगाम हयात जावदान था हर नगमे कृष्ण बांसुरी का. बच्चों, शायर उन अशार में किसकी शान के बारे में बयान करता है? ഇത് ആരെ കുറിച്ചിട്ടാണ് ഈ വരികൾ എന്നാണ്. അപ്പോൾ ആരെ കുറിച്ചിട്ടാണ്? ശ്രീകൃഷ്ണയ്ക്ക് ബാരെ. ഇത് ആരാണ് എഴുതിയിട്ടുള്ളത്? ഹസ്രത്ത് മൊഹാനിയാണ്. ആ കാര്യം കൂടെ ഓർത്തു വെക്കുക. अलगू चौधरी और जुम्मन शेख का दोस्त का मर जाया हुआ दरख्त फिर से हरा हो गया. വീണ്ടും അത് പച്ച പിടിച്ചു എന്നാണ്. ഉസ്മേം മർജായ ഹുവ ദറഖ്ത് ഫിർസെ ഹര ഹോ ഗയാ ക മത്ലബ് ക്യാ ഹെ? എന്താണ് അതിൻ്റെ ആശയം? അതായത് ആ ഒരു പിന്നെ മർജായ ഹുവ എന്ന് പറഞ്ഞാൽ ആ ഒരു മരവിച്ച അല്ലെങ്കിൽ എന്താണ് മരിച്ചു പോയ ആ ഒരു ചില്ലകൾ വീണ്ടും പച്ച പിടിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ ദോസ്തിയുടെ ഫ്രണ്ട്ഷിപ്പ് ദുബാര മസ്ബൂത്ത് ഹുയി, രണ്ടാമത് വീണ്ടും അതിനെ ശക്തിപ്പെടുത്തി എന്നാണ്. അപ്പോൾ രണ്ടാമത് അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ, നമ്മളെ കഥകളൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അവരുടെ ആദ്യം ഉണ്ടായിരുന്ന ആ ഫ്രണ്ട്ഷിപ്പിൽ ആ ഒരു വിള്ളൽ വന്നതും, ഫസ്റ്റ് ഉണ്ടായിരുന്ന അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിന് വിള്ളൽ വന്നതും വീണ്ടും ദുബാര ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും മസ്ബൂത്തായതും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ പ്രാവശ്യവും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും ദൃഢപ്പെട്ടു. ഇൻഖുലാബ് സിന്ദാബാദ് ഉറുദു का एक मशहूर नारा है. एक किसका है? ഇൻഖുലാബ് സിന്ദാബാദ് ആരുടേതാണ്? ഹസ്രത്ത് മൊഹാനി. നെക്സ്റ്റ്, അൽഗു ചൗധരി കിസ് കഹാനി കാ കിർദാർ ഹെ? നമുക്കറിയാം പഞ്ചായത്ത് അല്ലേ. ജുമ്മൻ ഷേഖ് മുസറത്ത് സെ ബാഗ് ബാഗ് ഹോ ഗയ. ബാഗ് ഹോന കാ മായന ക്യാ ഹെ? ബാഗ് ഹോന എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ബഹുത്ത് ഹോഷ് ഹോന. പഞ്ചായത്ത് കിസ്ക അഫ്സാന ഹെ? ആരുടെ അഫ്സാനയാണ്? പ്രേംചന്ദ്. നസ്മ ഹമാരി താരിഖ് കിസ്നെ ലിഖാ ഹെ? നസ്മ ഹമാരി താരിഖ് ആരാണ് എഴുതിയിട്ടുള്ളത്? ജാൻ നസാർ അഖ്തർ. ഓക്കെ, നെക്സ്റ്റ് അവിടെ ഒരു ഷെയറാണ് കൊടുത്തിട്ടുള്ളത്. ദഹർ സെ അപ്പന മുക്കാബിൽ കോയി അബ് തക് ന ഉഠാ, കോയി ഗൗതം കോയി ചിശ്തി കോയി നാനക് ന ഉഠാ. उस शेर में शायर चंद रहनुमाओं के नाम जिक्र किया है. दो नाम चुनकर लिखिए. ഇവിടെ കുറച്ച് റഹ്നുമകളുടെ അതായത് വഴികാട്ടികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കവിതയിൽ. അപ്പോൾ അതിൽ ഏതെങ്കിലും 2 എണ്ണം എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്: ഗൗതം, ചിശ്തി, നാനക്. ഇനി 14ാമത്തെ, തേരെ താരിഖ് മുഹബ്ബത്ത് की वफ़ा की तारीख़ तेरी तारीख़ उहूद की रवादारी की. बच्चों, उहूद और रवादारी की तारीख़ किसका है? അതായത് ഉഹൂദും രവാദാരിയും. ഉഹൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹോദര്യം. രവാദാരി എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത. ഇത് ഈ ഒരു ചരിത്രം ആരുടേതാണ് അല്ലേ? നമ്മുടെ ഹിന്ദുസ്ഥാനിക്ക്. ഇനി ഉറുദു ജബാൻ കാ പഹല അഖ്ബാർ കോൺസാ ഹെ? ഉറുദു
ഭാഷയുടെ ആദ്യത്തെ പത്രം ഏതാണ്? ജാമെ ജഹാനുമ. नीचे दिए अखबारों में उर्दू सहाफ़त के तारीख में संग मेल की हैसियत से रखने वाला अखबार कौन सा है? നമ്മുടെ ഉറുദു സഹാഫത്തിൽ അതിൻ്റെ ഹിസ്റ്ററിയിൽ എന്നും ഒരു നാഴികക്കല്ലായി മാറിയിരുന്ന ആ ഒരു പത്രം ഏതാണ്? ദില്ലി അഖ്ബാർ. അടുത്ത ക്വസ്റ്റ്യൻ, नीचे दिए अखबार में महात्मा गांधी जी का अखबार कौन सा है? മഹാത്മാഗാന്ധിയുടെ പത്രം ഏതാണ്? ഹരിജൻ. ഹരിജൻ എന്ന പത്രത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്ത് കൊടുത്തിട്ട് പറയാണ്, ഹരിജൻ ആദ്യം ഹിന്ദിയിലാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത്, പിന്നീടാണ് ഉറുദുവിലും ഇറക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. जंग आज़ादी के दौरान में हसरत मोहानी ने സ്വദേശി സ്റ്റോർ കഹാം ഖോല. ജംഗ് ആസാദീൻ്റെ ആ ഒരു സമയത്തിൽ ഹസ്രത്ത് മൊഹാനി ഒരു ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു സ്വദേശി സ്റ്റോർ ഉണ്ടായിരുന്നു. അത് എവിടെയാണ് അത് ഓപ്പൺ ആക്കിയതെന്നാണ് ചോദ്യം. അതെവിടെയാണ്? അലിഗഡ്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ എവിടെയാണ്? അലിഗഡിലാണ് ആ ഒരു സ്റ്റോർ തുറന്നിട്ടുണ്ടായിരുന്നത്. ഹസ്രത്ത് മൊഹാനി കാ പൂരാ നാം ക്യാ ഹെ? ഹസ്രത്ത് മൊഹാനിയുടെ മുഴുവൻ പേരെന്താണ്? മൗലാന സയ്യിദ് ഫസലുൽ ഹസൻ ഹസ്രത്ത് മൊഹാനി. ഉറുദു എ മൊല്ല കിസ്നെ ഷായി കീത്തി. ഉറുദു എ മൊല്ല ആരാണ് പബ്ലിഷ് ചെയ്തത്? ആരാണ്? ഹസ്രത്ത് മൊഹാനി. തിരിച്ചും ചോദിക്കാം കേട്ടോ. ഹസ്രത്ത് മൊഹാനിയുടെ റിസാലയുടെ പേര് എന്താണെന്നും ചോദിക്കാം. അപ്പം നമ്മുടെ ഏതാണ് എഴുതേണ്ടത്? ഉറുദു എ മൊല്ല. നെക്സ്റ്റ് യൂണിറ്റ് 3യിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആലമി യോമെ യോഗ കബ് മനായ ജാത്ത ഹെ? യോഗ ഡേ എന്നാണ്? ജൂൺ 21. ഡേഷ് ഹസാർ നിയമത്ത് ഹെ? തന്തുരുസ്തി ഹസാർ നിയമത്ത് ഹെ അല്ലേ? തന്തുരുസ്തി ഹസാർ നിയമത്ത്. ആരോഗ്യമാണ് നമുക്ക് ആയിരക്കണക്കിന് അനുഗ്രഹമാകുന്നത്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമ്മളൊന്നും കൂടെ വായിച്ചു നോക്കാം. നെക്സ്റ്റ്, जाने कितने कांडे टूटे उन नंगे पाँवों में, गाँव वालों तब बैठे बरगद की ठंडी छावों में. बच्चों, बरगद की ठंडी छावों में कौन बैठता है? बरगद की ठंडी ആ ഒരു ബർഗദ് എന്ന് പറയുന്നത് ആൽമരത്തിൻ്റെ ആ ഒരു തണുത്ത അതിൻ്റെ തണലിൽ ആരാണ് ഇരിക്കുന്നത്? ഗാവ് വാല് അല്ലേ? ഗാവ് വാല് ഗ്രാമവാസികൾ. നെക്സ്റ്റ് നോക്കൂ, जाने कितने कांडे टूटे उन नंगे पाँवों में, गाँवों वाले तब बैठे बरगद की ठंडी छावों में. उस शेर में കാണ്ടെ ടൂട്ട്നെ സെ ക്യാ മുറാദ് ഹെ അല്ലെ? കാണ്ടെ ടൂട്ടിനെ അതായത് മുള്ളുകൾ പൊട്ടിപ്പോവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാണ്ടെ ടൂട്ട്നെ സെ മുറാദ് जिंदगी की मुश्किलात और दुख दर्द है जो उस शख्स ने बर्दाश्त किए हैं. അപ്പോൾ ആ ഒരു ജീവിതത്തിലുള്ള പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും വേദനകളെയുമാണ് അവിടെ പറയുന്നത്. അതിൽ പറയുന്നത് ജാനെ കിത്തനെ കാണ്ടെ ടൂട്ടെ ഉൻ നംഗെ ഈ ഒരു നഗ്നപാദങ്ങൾ ഈ നഗ്നപാദങ്ങൾ കൊണ്ട് എത്ര മുള്ളുകളാണ് പൊട്ടിപ്പോയിട്ടുള്ളത്. അതായത് ഇവരുടെ ആ ഒരു തഴമ്പ് പിടിച്ച ആ ഒരു കാല്, ആ ഒരു പാദം എത്ര മുള്ളുകളാണ് പൊട്ടിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ആ ഒരു കാലിൻ്റെ ആ ഒരു ദൃഢതയാണ് അവിടെ പറയുന്നത്. അത്രയും വേദനകൾ സഹിച്ചിട്ടുണ്ട്. മുള്ളുകൾ പൊട്ടിപ്പോവുക എന്നുള്ളതാണ്. അപ്പോൾ മുള്ളുകൾ പൊട്ടിപ്പോയാലും അവരുടെ കാലിനൊന്നും കാല് മുറിഞ്ഞു പോയിട്ടില്ല. അത്രയും ശക്തിയാണ്. എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും അതിനെ നേരിടാനുള്ള ശക്തി ആ മസ്ദൂർ ലോകങ്ങൾക്ക് ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത്. മെഹനത് പത്രേലി പ്യാസി മിट्टी से फूल खिलाती है, खेत की हरियाली डाली बन जाती है, फल पाती है. इस शेर में मेहनत पत्रेली പ്യാസി മിട്ടി സെ ഫൂൽ ഗിലാത്തി ഹെ ഉസ്ക മത്ലബ് ക്യാ ഹെ? അതിൻ്റെ ആശയം എന്താണെന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ ആശയം? അഗർ ഇൻസാൻ മുസൽസൽ മെഹനത്ത് കരേ തോ वो मुश्किल और बिंजर यानी सूखी ज़मीन को भी सर सब्ज बना सकता है. സർ സബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ചപ്പാക്കുക. ബിഞ്ചർ സമീൻ എന്ന് പറഞ്ഞാൽ തരിശായി കിടക്കുന്ന ഭൂമിയെ. അതായത് മനുഷ്യൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ട്, ഏത് പ്രയാസങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും നിരന്തരമായ പരിശ്രമം കൊണ്ട് നമുക്ക് ഏത് ബിഞ്ചർ ജമീന് പോലും നമുക്ക് അതിനെ പച്ചപ്പാക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് മസ്ദൂറുകളുടെ ഒരു കേസിലാണ്. മസ്ദൂറുകൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഭൂമികളും എന്താക്കി മാറ്റുന്നത്? പച്ചപ്പാക്കി മാറ്റുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും. നമ്മൾ നിരന്തരമായ പരിശ്രമം ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യവും നമുക്കതിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. റൊണാൾഡോക്ക് മാം കഹാം കാം കർത്തി ഥി? എവിടെയാണ് അവർ ജോലി ചെയ്തിരുന്നത്? സ്കൂളിലെ ബാവർച്ചി ഖാനമേ, സ്കൂളിലെ അടുക്കളയിലായിരുന്നു.
അതായത് സ്കൂൾ പാചകക്കാരിയായിരുന്നു ആര്? റൊണാൾഡോയുടെ അമ്മ. 15 साल की उम्र में റൊണാൾഡോ कौन सी बीमारी लाहक हुई? ഏത് തരത്തിലുള്ള അസുഖത്തിനാണ് 15-ാമത്തെ വയസ്സിൽ അദ്ദേഹം പിടിപെട്ടത്? ദിൽ കാ മർജ്, ഹൃദ്രോഗം. ഹസ്രത്ത് ത്വൽഹാനെ ജോംപടി മേ കിസി കോ ദേഖ, ആരെയാണ് നമ്മുടെ ഹസ്രത്ത് ത്വൽഹ ആ ഒരു ജോംപക്കുടിലിൽ കണ്ടത്? ഏക് ബൂഢി ഔരത്ത് കോ. ഹസ്രത്ത് ത്വൽഹ കഹാം ഗഡേ ഹോക്കർ ഖലീഫാക്കോ ഇന്തിസാർ കർ രഹേ थे, എവിടെ നിന്നിട്ടായിരുന്നു ഖലീഫയെ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്? ഖജൂറയ്ക്ക് പേഡ് കെ പാസിലെ ഈന്തപ്പനയുടെ മറവിൽ നിന്നിട്ടാണ്. ഏക് ബേട്ടാ താ വോ ബി അല്ലാഹ് കോ പ്യാർ ഹോ ഗയാ അബ് മേരാ കോയി നഹി ഹെ, അല്ലാഹ് കാ പ്യാര ഹോ ഗയാ. അല്ലാഹ് കാ പ്യാര ഹോന എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആശയം? അല്ലാഹ് കാ പ്യാര ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉസ്കാ മത്ലബ് ഇന്തിക്കാൽ ഹോന, അല്ലെ, മരണപ്പെടുക എന്നുള്ളതാണ്. ഇനി 4th യൂണിറ്റിൽ മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. ഹേ ഇൻസാൻ ഹയവാൻ കി ജാൻ ഉസ്സെ, ഫലോം और फूलों की सब शान उससे. बच्चों, ഷാർ ഉസ് ഷേർ में किसके बारे में बयान करता है? ഷായർ ഈ ഒരു ഷേറിൽ ഏതിനെ കുറിച്ച് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഹവ, समुद्र के मौजों को ऐसा उछाला पानी का बस बन गया एक हिमालय. ഷായർ ഉസ് ഷേർ में मौजों को किससे തഷ്ബീഹ് കിയാ ഹെ. അപ്പോൾ എന്താ തഷ്ബീഹ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ചെയ്ത വീഡിയോയിൽ. തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? തഷ്ബീഹ അത് ഉപമയാണ്. ഇവിടെ സമുദ്രത്തിലെ തിരകളെ എന്തുമായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്? ഹിമാലയ പർവ്വതത്തിനോടുകൂടെ. അപ്പം ഹിമാലയ. സമുദ്ര സെ ആയി തോ സൗഗാത്തിലായി മിഠാനെ കോ ഗർമി കെ ബർസാത്തിലായി. ബച്ചോ ഷായർ ഉസ്മെ സൗഗാത്ത് ലാനെ സെ ക്യാ മുറാദ് ഹെ. നമുക്ക് മുന്നേ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സൗഗാത്ത് ലാന എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഹവ സമുദ്ര സെ ആക്കർ ബാരിഷ് ലേക്കർ ആത്തി ഹെ. ഹവ സമുദ്രത്തിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് മഴയാണ് അത് കൊണ്ടുവരുന്നത്. ഈ ബാരിഷ് ജമീൻ പൗദെ ദറഖ്ത് और जानदारों के लिए നിയമത്ത് की तरह है. ഇത് ഈ ഒരു മഴ എന്ന് പറയുന്നത് ഭൂമിക്കും അതേപോലെ തന്നെ ചെടികൾക്കും മരങ്ങൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. സൗഗാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനാമാത്ത്, അത് സമ്മാനമാണ്. ഇനി 4ാമത്തത് പത്തർ ജൈസ ദിൽ ചാന്ദ് സ ചെഹര ഗൈര തഷ്ബിയ ഹെ. തഷ്ബിയ സെ ക്യാ മുറാദ് ഹെ. തഷ്ബിയ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പം നേരത്തെ പറഞ്ഞു അതെന്താണ്? അതൊരു ഉപമയാണ്. നെക്സ്റ്റ്, ജിസ് ഗർ മേ ദറഖ്ത് കാ സായ പഡ്താ ഹെ ഉസ് പർ ബർക്കത്ത് ഹോത്തി ഹെ. നമ്മൾ ദറഖ്ത് കാ സായ എന്നുള്ളതിൽ ദാദി അമ്മാൻ്റെ ഒരു കൗലാണ്. അതായത് ഏത് വീട്ടിലാണോ പേടുകളുള്ളത് ആ വീട്ടിൽ എന്തുള്ളൂ? ബർക്കത്തുള്ളൂ, അല്ലെ, ഐശ്വര്യമുള്ളൂ. ഈ കൗൽ ഫിത്രത്ത് ബർക്കത്ത് और ദറഖ്തോं की अहमियत को जाहिर करता है. അതായത് പ്രകൃതിയുടെ ആ ഒരു ഐശ്വര്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ മരത്തിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഈ ഒരു വരിയിൽ പറയുന്നത്. ജിസ് കിർക്കെ ആസ്പാസ് ദറഖ്ത് ഹോ, ഏത് വീടിൻ്റെ അടുത്താണ് ദറഖ്ത് പേടുള്ളത് അവിടെ എന്തുണ്ടാവും? വഹാം ഖുഷി ഹേ, വഹാം സുക്കൂൻ ഹേ, അവിടെ സന്തോഷവും സമാധാനവും और रहमत भी रहती है. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് കോൻ കിസസെ കഹത്ത ഹെ എന്നുള്ള ആ ഒരു ഭാഗമാണ് സാറ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഓരോ ഭാഗങ്ങളിലും ഓരോ കഥകളിലുള്ള നമ്മുടെ കൗലുകൾ നമ്മളെപ്പോഴും നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട്. നമുക്ക് കഥ അറിഞ്ഞാലും അതെല്ലാം വേർഡ് മീനിങ്സുകൾ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കഥയിലുള്ള ഡയലോഗ് കണ്ടാൽ ആരോട് പറഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ, ഈ റോട്ടി രാജാക്ക് നാബൈനായി ദൂർ കർണേക്ക് ലിയേ ഹെ. നമ്മുടെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതാരാണ് പറഞ്ഞത്? ലായ്ക്കോറിനെ ബാദുഷാ സെ. ആപ് മുझे അന്ധാ ക്യോം കഹത്തെ ഹെ. നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ അന്ധൻ എന്ന് പറയുന്നത്? ജബ്കി മുझे സബ് കുച്ച് സാഫ് ദിഖായി ദേത്താ. എനിക്കെല്ലാം നല്ല പോലെ കാണുന്നുണ്ടല്ലോ. ബാദുഷാ ലായ്ക്കോർ സെ. മുൽക്കും കോ ഫതഹ് കിയെ ബിഹാർ മുझे ആരാ നഹി മിലേഗ. എനിക്ക് രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് അടക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് വിശ്രമമില്ല. ഇത് ബാദ്ഷാ ലായ്ക്കോറിനോട് പറഞ്ഞിട്ടുള്ളതാണ്. ഹുസൂർ മേ അബ് അന്ധാ നഹി ഹും അമീർ കി മേര ബൈനായി വാപ്പസ് ആ ഗയി ഹെ. അതായത് ഞാനിപ്പോൾ അന്ധനല്ല, എനിക്ക് എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയത്. ഇതാരാ പറഞ്ഞത്? ഹക്കീം ഖാൻ ബാദ്ഷയോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് ഇപ്പോൾ നമുക്ക് മോഡൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ചോദ്യം. ഓക്കെ, നെക്സ്റ്റ്, ബേട്ട തും മുझे രൂപയെ ദേ ദിയാ കരോ മീ അപ്പന അലഗ് പക്കാലൂങ്ക. നീ എനിക്ക് പൈസ തരികയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഭക്ഷണം വെച്ചുണ്ടാക്കി ജീവിച്ചോളാം. ഈ ഒരു ഡയലോഗ് ആരാ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ പഞ്ചായത്തിൽ, അല്ലേ, നമ്മുടെ ഹാലേജാന് ജുമ്മൻ
ഹാലേജാൻ നമ്മുടെ അവിടെ അമ്മായി ഉണ്ടല്ലോ, ജുമ്മൻ ഷേഖിൻ്റെ അമ്മായി, അവരോട്, അതായത് ജുമ്മൻ ഷേഖിനോടാണ് ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡയലോഗുകൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിക്കണം. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ട്, ഒരുപാട് എഴുതൊന്നും വേണ്ട. നമ്മളിങ്ങനെ ആരോട് പറഞ്ഞു എന്നുള്ളത് മാത്രം എഴുതിയാൽ തന്നെ ആ 2 പേരുകളുണ്ടെങ്കിൽ നമുക്ക് 2 മാർക്കാണ് അവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് പഞ്ചായത്തിലുള്ള ഒരു കൗല് തന്നെയാണ്. തു മുझे കുച്ച് നാൻ നമുക്ക് ചാഹിയെ യാ നഹി. നീ എനിക്ക് എന്താണ് ഭക്ഷണമൊന്നും നീ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നു ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ഹാലെ ജാന് ജുമ്മൻ സെ. यहाँ तो सारे जन्म की कमाई मिट्टी में मिल गई, फकीर हो गए, मर्दा मनहूस बैल दिया था उस पर दा मांगते हैं. ഇത് നമ്മുടെ സംജു സേട്ട് അൽഗു ചൗധരിയോട് ചോദിക്കുന്നതാണ്. അതായത് നീ എനിക്ക് എൻ്റെ ഈ ഒരു സമ്പാദ്യം മുഴുവൻ, നിൻ്റെ ഈ ഒരു കാളേനെ കൊണ്ടാണ് എൻ്റെ ഈ ഒരു സമ്പാദ്യം മുഴുവൻ പോയതും ഞാൻ ദരിദ്രനായി മാറിയതും, നീ ചാകാനായിട്ടുള്ള ഒരു ബൈലിനെയാണ് എനിക്ക് തന്നിട്ടുള്ളത്, എന്നിട്ട് അതിനാണോ നീ ഇങ്ങനെ വില പേശുന്നത്. ഇത് സംജു സേട്ട് അൽഗു ചൗധരിയോട് പറഞ്ഞിട്ടുള്ളതാണ്. ഉസ് വക്ത് ഇന്ന തും ഹമാരെ ദോസ്ത് ഹോ ഇന്ന ഹം തുമാരെ ദോസ്ത് ഏ ഇൻസാഫ് ഓർ ഈമാൻ കെ മാമില ഹെ. ഇത് ഫസ്റ്റിൽ നമ്മുടെ ആ ഒരു പഞ്ചായത്ത് നടന്ന സമയത്ത് അൽഗുവിനെ ജുമ്മനോട് പറഞ്ഞതാണ്. അൽഗു ചൗധരി ജുമ്മനോട് പറഞ്ഞിട്ടുള്ളതാണ്. എന്ത്, നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ദോസ്തല്ല, നമ്മൾ ഒരു തമ്മിലെന്തില്ല, ഒരു ദുശ്മനുമില്ല. അതായത് ഇവിടെ നീതി മാത്രമാണ് മുഖ്യമെന്നുള്ള ആ ഒരു ഡയലോഗാണ് കേട്ടോ. ഖാലോ ഫക്കീറോം ക ഖാന തും റയീസിന് ഖാ സകോങ്കെ. ഇതാരാ പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ പാവങ്ങളുടെ ഭക്ഷണം നിങ്ങൾ അമീറമാരായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും കഴിക്കാൻ കഴിയില്ല. ഇത് ഹസ്രത്ത് മൊഹാനി സൗദാഗർ സെ, ആ കച്ചവടക്കാരനോട് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ്. ആപ് യേ സവാൽ ബാർ ബാർ ക്യോ പൂച്ച്തേ ഹേ, മസ്മൂൻ മേരെ റിസാലെ മേ ഷായി ഹുവ. നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഈ ഒരു ചോദ്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഒരു മസ്മൂൻ എൻ്റെ റിസാലയിൽ തന്നെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതാരാ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഹസ്രത്ത് മൊഹാനി ജഡ്ജിയോട് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ്. നെക്സ്റ്റ് നോക്കൂ. തോ ഫിർ ആപ്കി ദേഖ്ഭാൽ കോൻ കർത്താ ഹേ. പിന്നെ നിങ്ങളുടെ പരിചരണങ്ങളൊക്കെ ആരാണ് നോക്കുന്നത്? നമ്മുടെ ത്വൽഹാനെ ബൂഡി ഔരത്ത് സെ, ത്വൽഹ ബൂഡി ഔരത്തിനോട് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗാണത്. നെക്സ്റ്റ്, बर रोज रात को एक आदमी आता है, मेरी देखभाल करता है और खाना खिलाकर चला जाता है. അതായത് എല്ലാ ദിവസവും ഒരു മനുഷ്യൻ ഇവിടെ വരുന്നുണ്ട്, എൻ്റെ പരിചരണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം എൻ്റെ ഭക്ഷണവും കഴിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോകാറ്. താര പറഞ്ഞത് ബൂഡി ഔരത്തിനെ ത്വൽഹ റളിയല്ലാഹു അൻഹു. മുझे കുച്ച് ഭി ദിഖായി നഹീ ദേത്താ ബേട്ട. എനിക്കൊന്നും നല്ല പോലെ കാണുന്നില്ല മോനെ. ഇതാരാ പറഞ്ഞത്? ബൂഡീനെ തൽഹസെ. അടുത്ത നോക്കൂ. ഷായദ് ആപ് ഉസ് ഘർ കോ ഖരീദനെ की ख्वाहिश रखते हैं लेकिन पैसे न होने की वजह से इनकार कर रहे हैं. നിങ്ങൾ നിങ്ങൾ വീട് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പൈസ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളത് നിരസിക്കുകയാണ്. ഇത് ഏതിലെ ഡയലോഗാണ്? നമ്മളെ ദർഖ്ത് കാ സായ എന്നുള്ള ആ ഒരു കഹാനിയിൽ ലഡ്കി ജോസഫിനോട് പറയുന്ന ഒരു ഡയലോഗാണ്. ഓക്കെ. തും ജാൻതി ഹോ മേം ഏക് കവ്വ ജൈസാത്ത. നിനക്കറിയോ ഞാനൊരു കാക്കേനെ പോലെയായിരുന്നു. തമാം ചമക്ദാർ ചീസ്, എന്തെന്നെ തിളങ്ങുന്ന സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജമ്മ് കറിലെത്ത അതിനൊക്കെ കൊണ്ടുവരും, എന്നിട്ട് എല്ലാം കളക്ട് ചെയ്ത് വെക്കും. ഒരു സബ് ചീസോക്കോ മേ ഉസ് പേടിക്കെ. ഞാൻ ആ സാധനങ്ങളെല്ലാം ഈ ഒരു മരത്തിൻ്റെ കോക്ലെ ഹിസ്സേമി ചിപ്പാതെത്താത്ത, ഞാൻ ഈ ഒരു എന്താ പറയുക, ആ ഒരു പൊത്തുണ്ടല്ലോ, ആ ഒരു പൊത്തിലായിരുന്നു ഞാൻ ഒളിപ്പിച്ച് വെച്ചിരുന്നത്. ഇതാര് പറഞ്ഞ ഡയലോഗാണ്? നമ്മുടെ ജോസഫ് ലഡ്കീസെ. നെക്സ്റ്റ്, അക്വാലുകളും ഷഖ്സിയത്ത് കാ നാമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഈ 3 എണ്ണവും നമുക്ക് എക്സാമിന് വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ മോഡൽ എക്സാമിന് വരെ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പം കഴിഞ്ഞ മോഡൽ എക്സാമിന് ഏതാ വന്നിട്ടുണ്ടായിരുന്നത്? ആസാദി മേര പൈദായിഷി ഹക്ക് ഹെ അല്ലെ, ബാലഗംഗാധർ തിലകിൻ്റെ. പിന്നെ തും മുझे होने दो मैं तुम्हें ആസാദി दूंगा. നിങ്ങൾ എനിക്ക് രക്തം തരികയാണെങ്കിൽ പകരം ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസാണ്. പിന്നെ ജയ് ജവാൻ ജയ് കിസാൻ, അത് ലാൽ ബഹാദൂർ ശാസ്ത്രിയുടേത്. ഇത് 3 നമുക്ക് എക്സാമിന് വന്നത്. ഇതിൻ്റെ കൂട്ടത്തിലൂടെ ഒരു ഷീറും കൂടെ ഉണ്ടായിരുന്നു. അതായത് രാം പ്രസാദ് ബിസ്മലിൻ്റെ മക്കൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക, പേജ് നമ്പർ 54. സർഫറോഷി കി തമന്ന അബ് ഹമാരെ ദിൽ മെഹെ ദേഖ്നാ ഹേ സോർ കിതന ബാസുയെ കാത്തിൽ മെഹെ. രാം പ്രസാദ് ബിസ്മലിൻ്റെ ഒരു ഷീറാണ്. അപ്പോൾ
ആ ഒരു ഷെയറും കൂടെ നോക്കിയിട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ എസ് ടൈപ്പിലുള്ള 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ജംഗ് ആസാദിയിൽ ഉറുദു അഖ്ബാറിൻ്റെ റോൾ എന്താന്നുള്ള ചോദ്യം വരാറുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഈ ഒരു 4 കാര്യങ്ങൾ 4 പോയിന്റ്സുകൾ പഠിച്ചാൽ നമ്മുടെ വൺ വേർഡിന് നമുക്ക് ഉപകാരപ്പെടും. അതേപോലെ തന്നെ നമുക്ക് A+ വാങ്ങിക്കാനുള്ള നമ്മളെ പിന്നെ ആ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളത് ആ ഒരു 4 മാർക്കിൻ്റെ ചോദ്യത്തിന് നമുക്ക് ഈ ഒരു പോയിന്റ്സ് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ പഠിക്കുക. ഇതിൽ മുഹമ്മദ് ബാക്കിറിൻ്റെ ദില്ലി അഖ്ബാർ, അതേപോലെ മൗലാന അബുൽ കലാം ആസാദിൻ്റെ അൽ ഹിലാൽ ഔർ അൽ ബലാഗ്, ഗാന്ധിജീൻ്റെ ഹരിജൻ. അപ്പോൾ ഈ 4 പത്രങ്ങൾ ദില്ലി അഖ്ബാർ, അൽ ബലാഗ്, അൽ ഹലാൽ, പിന്നെ ഹരിജൻ. അപ്പോൾ ഈ പത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ആ ഭാഗങ്ങൾ ഒന്നും കൂടെ വായിക്കുക, വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് എഴുതാം. ഓക്കെ, ഇനി നമ്മുടെ നായരകളാണ്, അതായത് ലഹരിക്ക് എതിരെയായിട്ടുള്ള നായരകൾ. നഷ ചോഡോ, ഇൻകുലാബ് സിന്ദാബാദ്, ഫിത്രത്ത് ബച്ചാവോ, ജാൻ ബച്ചാവോ. നിശ്ചയം നമ്മൾ ലഹരിയെ നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ ജീവനെയും നമ്മൾ രക്ഷിക്കോ. ജംഗ് നെഹിം അമൻ ചാഹിയെ, യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള ഒരു നായരയാണ്. നമ്മൾ യുദ്ധം ഒരിക്കലും ആഗ്രഹിക്കരുത്. നമ്മളെ പകരം എന്താഗ്രഹിക്കണം? അമൻ ചാഹിയെ, സമാധാനം ആഗ്രഹിക്കണം. ജംഗ് ചോഡോ, ഇൻകുലാബ് സിന്ദാബാദ്. നമ്മൾ യുദ്ധത്തെ നമ്മൾ വെടിയണം അല്ലേ? ഇൻകുലാബ് സിന്ദാബാദ്, വിപ്ലവം ജയിക്കട്ടെ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു PDF ആയിരുന്നു. മക്കളിതിലുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ പോവുക. ഓക്കെ, ശുക്രിയ. ഹുദ ഹാഫിസ്.